നമസ്കാരം. പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ പരസ്പരം പോരടിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാത്തിനും സമാധാനം എന്ന സന്ദേശം ഉയർത്തുന്നതും യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതും ഒരാളാണ്. അതാണ് വാസ്തവം. ആ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന്റെ സമാധാന സന്ദേശങ്ങളെല്ലാം അമേരിക്ക ഇടപെട്ട് നടത്തിയത് കാറ്റിൽ പറത്തിക്കൊണ്ട് റഷ്യ മുന്നോട്ട് പോകുമ്പോൾ ഏത് നിമിഷവും റഷ്യയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക എന്നുള്ള ഭീതിപ്പെടുത്തുന്ന അഭ്യൂഹങ്ങൾ വീണ്ടും പുറത്തേക്ക് വന്നു തുടങ്ങി. കിഴക്കൻ യുക്രൈനിലെ ജനവാസ മേഖലയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെത്താൻ അമേരിക്ക ജൂൺ വരെ സമയപരിധി നിശ്ചയിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ആക്രമണം. യുക്രൈനിലെ ഡൊണറ്റ്സ്ക് മേഖലയിലെ ക്രാമാറ്റോർസ്ക് നഗരത്തിലാണ് റഷ്യൻ ബോംബാക്രമണം ഉണ്ടായത്. 9 നിലകളുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന് ആക്രമണത്തിൽ തീപിടിച്ചതായി യുക്രൈൻ സ്റ്റേറ്റ് എമർജൻസി സർവീസ് അറിയിച്ചു. കൂടാതെ പോൾട്ടാവ മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയും റഷ്യൻ ആക്രമണം ഉണ്ടായി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെത്താൻ അമേരിക്ക ജൂൺ വരെ സമയപരിധി നിശ്ചയിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തിയതിനു പിന്നാലെ ഉണ്ടായ ഈ ആക്രമണം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് പിന്നാലെ വീണ്ടും ആക്രമണം നടത്തുന്നത് വെറും യുദ്ധതന്ത്രമല്ല, മറിച്ച് സമാധാനത്തിനുള്ള സാധ്യതകളെ തന്നെ ബോധപൂർവം തകർക്കുന്ന ഒരു രാഷ്ട്രീയ ദുരുദ്ദേശമാണ്. അമേരിക്കയുമായി നടന്ന സന്ധി സംഭാഷണങ്ങൾക്കു ശേഷം റഷ്യ വീണ്ടും യുക്രൈനെ ആക്രമിച്ചത് വാഷിംഗ്ടണിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഈ പ്രകോപനത്തിന്റെ ലക്ഷ്യം വ്യക്തമാണ്: അമേരിക്കയെ നേരിട്ടുള്ള സൈനിക ഇടപെടലിലേക്ക് വലിച്ചിഴയ്ക്കുക. അങ്ങനെ സംഭവിച്ചാൽ അത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പരിധി കടന്ന് ഒരു ആഗോള ശക്തി സമരമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് ലോകം ഏറെ ഭയപ്പെടുന്ന ഒരു ഘട്ടമാണ്. അമേരിക്ക റഷ്യയെ നേരിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതീവ ഭീകരമായിരിക്കും. ഒന്നാമതായി, അത് നാറ്റോ റഷ്യ നേരിട്ടുള്ള സംഘർഷമായി മാറാനിടയാണ്. നാറ്റോയിൽ അംഗമായ രാജ്യങ്ങൾക്കുമേൽ ആക്രമണം ഉണ്ടായാൽ കൂട്ടായ പ്രതിരോധം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 5 പ്രാവർത്തികമാകാനുള്ള സാധ്യത ഉയരും. അങ്ങനെ സംഭവിച്ചാൽ യൂറോപ്പിൽ മാത്രം ഒതുങ്ങുന്ന യുദ്ധമല്ല, ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈനിക സംഘർഷങ്ങൾ പടരുന്ന അവസ്ഥയിലേക്ക് നയിക്കും. രണ്ടാമതായി, ആണവായുധ ഭീഷണി യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വർദ്ധിക്കും. റഷ്യയും അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള രാജ്യങ്ങളാണ്. ഇതുവരെ അണവായുധങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കാരണമായത് പരസ്പര നാശത്തിന്റെ ഭയം എന്ന സിദ്ധാന്തമാണ്. എന്നാൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങിയാൽ ഈ നിയന്ത്രണം എത്ര നാൾ നിലനിൽക്കുമെന്നത് ഉറപ്പില്ല. ഒരു തെറ്റായ കണക്കുകൂട്ടൽ പോലും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് ലോകത്തെ തള്ളിവിടാൻ മതിയാകും. മൂന്നാമതായി, ആഗോള സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയിലേക്ക് നീങ്ങുമെന്നതാണ്. ഇതിനകം തന്നെ യുക്രൈൻ യുദ്ധം ഇന്ധന വില വർധനയ്ക്കും ഭക്ഷ്യധാന്യ ക്ഷാമത്തിനും കാരണമായിട്ടുണ്ട്. അമേരിക്ക റഷ്യ നേരിട്ടുള്ള യുദ്ധം സംഭവിച്ചാൽ അന്താരാഷ്ട്ര വ്യാപാരം ഗുരുതരമായി തടസ്സപ്പെടും. എണ്ണ, പ്രകൃതിവാതകം, ഗോതമ്പ് എന്നിവയുടെ ലഭ്യത കുറയുകയും വിലകൾ നിയന്ത്രണാതീതമാവുകയും ചെയ്യും. അതിന്റെ ആഘാതം ഏറ്റവും അധികം അനുഭവിക്കുക ദരിദ്ര രാജ്യങ്ങളും വികസനോന്മുഖ രാജ്യങ്ങളുമായിരിക്കും. ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ദുരന്തം സാധാരണ ജനങ്ങളാണ് എല്ലായ്പ്പോഴും വില കൊടുക്കേണ്ടി വരുന്നത് എന്ന സത്യമാണ്. ക്രാമാറ്റോർസ്കിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ വ്യക്തിക്കും പരിക്കേറ്റവർക്കും യുദ്ധതന്ത്രങ്ങളിലോ ആഗോള രാഷ്ട്രീയത്തിലോ പങ്കുള്ളവരല്ല. എന്നിട്ടും ശക്തരാജ്യങ്ങളുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഇരയായി അവർ മാറി. യുദ്ധം ഒരിക്കലും കൃത്യമായ അല്ലെങ്കിൽ നിയന്ത്രിതമായ ആയുധമല്ല. അതെപ്പോഴും മനുഷ്യ ജീവിതത്തെ അന്ധമായി തകർക്കുന്ന ഒരു ശക്തി തന്നെയാണ്. അമേരിക്കയോ റഷ്യയോ യുദ്ധത്തെ ന്യായീകരിക്കുന്ന വാദങ്ങൾ മുന്നോട്ട് വെച്ചാലും യാഥാർത്ഥ്യം യുദ്ധം ഒരിക്കലും പരിഹാരമല്ല എന്നതാണ്. അത് പ്രശ്നങ്ങളെ താൽക്കാലികമായി മറയ്ക്കുകയോ കൂടുതൽ വഷളാക്കുകയോ മാത്രമേ ചെയ്യൂ. സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നത് രാഷ്ട്രീയ പരാജയമാണ്. ബോംബുകൾ സംസാരിക്കാൻ തുടങ്ങുന്നത് മനുഷ്യരാശിയുടെ പരാജയവുമാണ്. ഇന്നത്തെ ലോകത്തിന് ആവശ്യം കൂടുതൽ ആയുധങ്ങളല്ല, കൂടുതൽ ധൈര്യമുള്ള നയതന്ത്രമാണ്. പ്രകോപനങ്ങൾക്ക് പ്രകോപനങ്ങളാൽ മറുപടി നൽകുന്നത് ലോകത്തെ ഒരു അനിശ്ചിത ഭാവിയിലേക്ക് നയിക്കുന്ന വഴികളാണ്. യുക്രൈനിലെ ഓരോ ആക്രമണവും ലോകം എത്രത്തോളം അപകടകരമായ ഒരു വക്കിൽ നിൽക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. ആ വക്കിൽ നിന്ന് പിന്മാറാനുള്ള വിവേകം ലോക നേതാക്കൾ കാണിച്ചില്ല എങ്കിൽ അതിന്റെ വില കൊടുക്കേണ്ടി വരിക വീണ്ടും നിരപരാധികളായ മനുഷ്യരായിരിക്കും. അത് മനുഷ്യചരിത്രം ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു കുറ്റമായി തന്നെ മാറും.